രണ്ടുപേരും എന്നോട് മിണ്ടണ്ട. ഈ ബോസിൻ്റെ അടുത്തേനെ ഒറ്റയ്ക്കാക്കിയിട്ട് രണ്ടുപേരും കൂടെ മുങ്ങിയില്ലേ? എൻ്റെ അടുത്ത് ഒറ്റയ്ക്കിരുന്നെന്ന് വെച്ചാ ഞാൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കെടുക്കാൻ തുടങ്ങാതെ നമുക്ക് നമ്മുടെ പാർട്ടിയുടെ കാര്യം നോക്കണ്ടേ. അത് പറഞ്ഞപ്പോഴാ ഹോസ്റ്റലിൽ നിന്ന് പോയി ഡ്രസ്സ് എടുക്കണ്ടേ? പാടി നമുക്ക് പോയി എടുത്തിട്ട് വരാം. നമുക്ക് നല്ല ചെറുതായിട്ട് ഒരുങ്ങി നിൽക്കാം. എന്തോ എങ്ങനെ? പ്രിയേച്ചിയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നതിന് പ്രണവേട്ടൻ എന്താ? നല്ല ചെറുക്കന്മാരുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിനെ ഞാൻ കെട്ടിച്ചു വിടും. കൊള്ളാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്ന? എന്തോന്ന് അമ്മൂട്ടി, അതെൻ്റെ പ്രോപ്പർട്ടിയാ. ഇതൊക്കെ എപ്പോ? പ്രിയേച്ചി യൂട്യൂബ് റൂട്ടസി. നിനക്ക് കെട്ടിച്ചു വിടാൻ ധൃതിയാണെങ്കിൽ ഇവനൊരു പെണ്ണെ കണ്ടുപിടിച്ചു കൊടുത്ത് ഒരെണ്ണം വെച്ച് തന്നിട്ടുണ്ടല്ലോ. വല്ലവരുടെ ഷാപ്പ് എൻ്റെ തല ഇരുന്നോട്ടെ എന്നല്ലേ? ഇതിന് പെണ്ണില്ലേ? ദേ പ്രവീണ, ഇവളെ വിളിച്ചിട്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ബാൽക്കണിയിൽ താഴെ കയറി ഈ സാമാനത്തിന്. എൻ്റെ ദൈവമേ. മാമോളെ നമുക്ക് പോയേക്കാം. എന്താ മോനു, നീ എവിടെ പോയി കരുതോ? റെഡിയാകുന്നില്ലേ? എന്താടാ മൊത്തത്തിൽ നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ, എന്താ കാര്യം? എന്തേലും പ്രശ്നമുണ്ടോ മോനെ? അത് പിന്നെ അമ്മ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പ്രിയനെ കുറേ നാളുകളായിട്ട് ഇഷ്ടമാണ്. എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മോനെ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? പ്രിയ നമ്മുടെ കുട്ടി തന്നെയാ. പക്ഷേ ഇല്ലേ, നിന്നെ വിവാഹം കഴിക്കേണ്ട തീരുമാനിക്കേണ്ട പ്രിയയല്ലേ? ഏട്ടത്തി, അവൻ്റെ നിപ്പ് കണ്ടാൽ അറിയത്തില്ലേ അവൻ പ്രിയോട് ചോദിച്ചിട്ടുള്ള നിപ്പാന്ന്. എന്തായാലും ഇരിക്കട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജാതകം നോക്കി ഇതിനെപ്പറ്റി ആലോചിക്കാം. അതെ, ഇനി അങ്ങനെ ചെയ്താൽ മതി. പ്രിയ എൻ്റെയും കൂടെ കുട്ടിയല്ലേ. എനിക്ക് 100 വട്ടം സമ്മതം. എന്തായാലും നമുക്കിതിനെപ്പറ്റി ഒന്ന് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. അതല്ലേ കുട്ടികളുടെ ജീവിതത്തിൽ നല്ലത്. കണ്ട് പഠിക്കടാ. അവൻ ഇങ്ങനെ അവൻ്റെ മാവും പോത്ത്. നീ ഇങ്ങനെ നിന്നോ കേട്ടോ, നിനക്ക് പെണ്ണ് കിട്ടത്തില്ല. ഞാനിങ്ങനെ ആളെ പറഞ്ഞ മമ്മ കെട്ടിച്ചു തരുമോ? അതെന്താടാ നീ അങ്ങനെ ഒരു വർത്താനം? നിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. പിന്നെ നിന്നെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അത് ഭയങ്കര പാടാണ്. എന്താടാ നിനക്കൊരു കള്ളലക്ഷണം ചിരി? നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. നീ ചെന്ന് ഒരുക്ക, ഗസ്റ്റൊക്കെ ഇപ്പം വരും. എൻ്റെ സാരി ഇങ്ങനെയുണ്ട്. കൊള്ളാടി, ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മ എന്തി? അത് പറഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണെങ്കിൽ അവൾക്കൊരു ഫോൺ വന്നായിരുന്നു നാട്ടിൽ നിന്ന്. അവളുടെ അച്ഛനും അമ്മയും ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അവളാണെങ്കിൽ വൈകിട്ടത്തെ ട്രെയിനിന് പോയി. അവളെ കൊണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനത് പറയണമെന്ന് ഓർത്താൽ മറന്നുപോയി. അയ്യോ ആണോ? എന്തായാലും ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവളെന്നെ വിളിക്കാം. ദേ അവൻ വന്നല്ലോ. വെറി ഷിയോ ആറുകാരി കിടക്കണ്ട നീ പറയുന്നു. നീ അനിയത്തിയാന്ന് പറഞ്ഞ ഒരെണ്ണത്തിന് ദത്തെടുത്തിട്ടില്ലേ? രണ്ടുപേരും ഇനി ഇത് പറഞ്ഞ് വഴക്കൂടാതെ. അവളാണെങ്കിലേ നാട്ടിൽ പോയി. പറഞ്ഞിരുന്നത് അവളുടെ പേരൻസിന് വയ്യാണ്ടായെന്ന. എന്തായാലും ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അവളെ ഒന്ന് വിളിക്കാം. അദ്ദേഹം അച്ഛനും അങ്ങളും കയറിയിട്ടുണ്ട്. നീ ചെല്ലടാ. ഗുഡ് മോർണിംഗ് സാർ. ഇന്നത്തെ സാറിൻ്റെ ഷെഡ്യൂൾ അവിടെ നിൽക്കട്ടെ. അമൃത വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ആ കൂടി 2 ദിവസം ലീവായിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്തു. വാട്ട്, എക്സ്റ്റെൻഡ് ചെയ്തെന്നോ? ഓൾറെഡി ഇപ്പോൾ 2 ദിവസത്തെ ലീവ് ആയല്ലോ. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നീ എന്നെ അറിയിക്കണ്ടേ? സോറി സാർ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ആ കുട്ടിയുടെ ഫോൺ നമ്പർ ഇങ്ങോട്ടാ, ഞാൻ വിളിച്ചോളാം. സാർ, ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഫോൺ നമ്പർ ഇതുപോലും നിൻ്റെ കയ്യിലില്ലേ? ഡാം ഇറ്റ്. കിരണ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ഞാനിപ്പോൾ എന്ത് പറയാന്ന് എനിക്കറിയത്തില്ല. ഐ നോ വാട്ട് ടു ഡു. പ്രണവ്, എന്താടാ നിൻ്റെ അലർച്ച അങ്ങ് താഴെ വരെ കേൾക്കാലോ. കിരൺ, നീ ചെല്ല്. റെസ്പോൺസിബിൾ ഇഡിയറ്റ്, അത്ര തന്നെ. പിന്നെ നിന്നെ അമൃത വിളിച്ചായിരുന്നു. ഓ, അപ്പം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയൊക്കെയാണല്ലേ. അമൃതനെ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. എന്തോ റേഞ്ചിലത്തെ സ്ഥലത്താണെന്ന് തോന്നുന്നു അവളുടെ വീട്. നീ കരുതുന്ന പോലെ ഒന്നുമില്ല, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാ. ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നു. മോനെ കണ്ണ,
ഈ ഓഫീസിൽ എത്ര പേര് ലീവാകുന്നുണ്ട്? എന്നിട്ട് നീ അവരുടെ എല്ലാവരും കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ? വീണെടുത്ത് കിടന്ന് ഉരുളണ്ടടാ. പിന്നെ നിന്നോട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. അച്ഛനും അമ്മയാണെങ്കിൽ ജാതകങ്ങളുടെ ചേർച്ച പോയി നോക്കിയായിരുന്നു. എല്ലാം ഓക്കെ. എൻ്റെയും പ്രിയയുടെയും കല്യാണ ഡേറ്റ് തീരുമാനിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ അറിയാൻ കഴിഞ്ഞു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമായിട്ടൊന്നുമില്ലടാ. കൂട്ടത്തിൽ നിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കിച്ചെന്ന്. അപ്പോൾ അവർ പറയുക എൻ്റെ കല്യാണത്തിന് മുമ്പ് നിൻ്റെ കല്യാണം നടക്കുമെന്ന്. പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്ത ഇവനല്ലേ പിന്നെ പെട്ടെന്ന് കല്യാണം നടക്കുന്നു. ഓരോ ഉടായിപ്പേ. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടക്കണമെന്നാണ്. അതാ ഉത്തമ സമയം എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 ആഴ്ചക്കുള്ളിലോ? അതിപ്പോൾ പെട്ടെന്നാവുമല്ലോ. ഓരോരോ കാര്യങ്ങളെ വീട്ടുകാരുടെ. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ലടാ. സർ, മേ കമൻ? സർ, റാംബാക്കിൻ്റെ ട്രയൽ നടക്കാൻ പോവുക. എല്ലാം സെറ്റായിട്ടുണ്ടോ? സാറും കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ. ആൽബി, നടന്നോളൂ, ഞങ്ങളിപ്പം വരുന്നു. ഓക്കെ ആണോ സാർ? എന്തെങ്കിലും മാറ്റങ്ങളോ വല്ലതും വേണോ? യാ പ്രിയ, ഇറ്റ്സ് എ ഗുഡ് ജോബ്. ഇത് തന്നെ ഫൈനലൈസ് ചെയ്തേയുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്ന മോഡൽസിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു 2 മോഡൽസിനെ ബാക്കിയപ്പായിട്ട് വെച്ചോണം കേട്ടോ. ഡോണ്ട് വറി സാർ, വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നീയാണോ പ്രിയ? ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക. ലഞ്ച് ബ്രേക്ക് ആയില്ലേ? വാ പ്രിയ, നീയും വാ. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? എന്താടാ കിരണേ, നീ നല്ല വർക്കിലാന്ന് തോന്നല്ലോ. എൻ്റെ പൊന്നു പ്രിയ, ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ചെഴുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് പെട്ടെന്നുള്ള അവസ്ഥയില്ല. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ അമൃത മെയിൽ അയച്ചു അവൾ ലീവ് എടുക്കുവാനുണ്ട് ദിവസം എന്ന് പറഞ്ഞ്. ഞാനത് സാങ്ഷൻ ചെയ്ത് വിട്ട്. പക്ഷേ ഇല്ലേ, സിഇഒയുടെ കയ്യിൽ നിന്ന് ഞാൻ നല്ലത് കേട്ടു. ആണോ? ഞാനാണെങ്കിൽ അമ്മോനെ കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രിയ, എന്നോട് സാറ് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ അമൃതേനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഞാൻ അവളെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ കോൺടാക്ട് നമ്പർ പോലും ഇല്ല. പിന്നെ വേറൊരു തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പം അവർ റെസിഗ്നേഷൻ ലെറ്റർ അയച്ചു തന്നേക്കുന്നു. വാട്ട്? റെസിഗ്നേഷൻ ലെറ്ററോ? എനിവേ കിരൺ, നീ വിഷമിക്കണ്ട, ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ പ്രിയ ഇത് ധൃതി പിടിച്ചിങ്ങനെ ഓടി വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ഗോൾഡും സാരിയൊക്കെ എടുക്കാൻ പോകുന്നെന്ന്. പ്രവീൺ, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാനുണ്ട്, അതുകൊണ്ട് വന്നതാ. നമ്മുടെ അമ്മ ആണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്ത്. വാട്ട്? റിസൈൻ ചെയ്യാനോ? അതിന് മാത്രം ഇവിടെ എന്തോ സംഭവിച്ചാ? ഈ കല്യാണത്തിന് തിരക്കോ അല്ലെങ്കിൽ പിന്നെ അവളുടെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കാനോ? ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. എന്തായാലും ഇങ്ങോട്ട് പോരട്ടെ. 3 ദിവസം കഴിയുമ്പോൾ നിൻ്റെ കല്യാണം. അപ്പോഴാണോ നീ അന്വേഷിച്ച് പോകുന്നത്? ഒരു കാര്യം ചെയ്യും, അവൾ ഓഫീസിൽ നിന്ന് ഡീറ്റെയിൽസ് വെച്ച് അവളുടെ അഡ്രസ്സ് ഇങ്ങെടുത്താ ഞാൻ പോകാം. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. ഗായസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ ന്യൂ ജോയിനിയായ അമൃത എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, അവളെ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. എന്താടാ, നീ അവിടെ മിസ് ചെയ്യുന്നുണ്ടോ? എന്ത് മിസ് ചെയ്യാനോ? അത് ഇവന് വരെ ദർശന സുഖം കിട്ടാത്തതിൻ്റെ കേടായിരിക്കും. ദർശനമല്ല മോളെ, സ്പർശനം. ഹലോ, സോറി ടു ഡിസ്റ്റർബ് യു ഗൈസ്. എനിക്കൊരു അത്യാവശ്യത്തിന് ഞാൻ പുറത്ത് പോവുക. പിന്നെ പ്രവീണാണെങ്കിൽ മാരേജിൻ്റെ ഒരു കാര്യത്തിന് അവനും ഇപ്പോൾ ഇറങ്ങും. അതുകൊണ്ട് കിരണിനെ ഒന്ന് അസിസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. ഡോണ്ട് വറി സർ, വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നിങ്ങളെന്തെന്നെ നോക്കുന്നു? അവൻ കേട്ട് കാണുമെന്നാണോ? കേട്ടാലെന്താ, അവൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. എന്താ അമ്മോ, അതിഥികളെ അകത്ത് കയറ്റത്തില്ലേ? ഞാനാണെങ്കിൽ ആകപ്പാടെ മൊത്തത്തിൽ നനഞ്ഞിരിക്കുക. വരൂ. ഞാനാണെങ്കിൽ റെസിഗ്നേഷൻ മെയിൽ ചെയ്തിരുന്നല്ലോ സാർ, പിന്നെ എന്താ ഇവിടെ? ടവലെടുത്തിട്ട് പടി, എനിക്ക് കുളിക്കണം. പിന്നെ ഇവിടെ ആരുമില്ലേ? സാർ എന്തിനാ ഷർട്ട് അഴിച്ചേ? വാട്ട്? ഇവിടെ എന്താ എല്ലാവരും ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കുളിക്കുന്നത്? ടവലെടുത്തിട്ട് വാ. ഡാം ഇറ്റ്.
പറ്റില്ല, ഇവിടെ ആരുമില്ല. സാർ പോയി, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോകും. എന്താടി വിളിച്ചു എന്നെ നാറ്റിക്കാനാണോ ഉദ്ദേശം? അപ്പം ഞാനും എന്തായാലും കുളിച്ച് കയറട്ടെന്ന് ഞാൻ വിചാരിച്ചാലോ? അവിടെ കുളിമുറി, അവിടെ ടവലുണ്ട്. നീ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട പ്രവീൺ. 2 ദിവസം കഴിയുമ്പോൾ മാരേജാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു ബിസിനസ് ട്രിപ്പ്, അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കാനുള്ള ഇതിന് എന്തൊക്കെ ആവശ്യങ്ങൾ ഇവിടെയുണ്ട്. വരട്ടെ ഇങ്ങോട്ട്. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടായിരിക്കില്ലേ അവൻ പോയത്. നീ ഇങ്ങനെ ടെമ്പേർഡാവാതെ അവൻ വന്നോളും. അതെ, അത് തന്നെ എനിക്കും പറയാനില്ല. അവൻ ഇങ്ങനെ എത്തിക്കോളൂന്നേ. നീ എന്തായാലും കഴിക്കാൻ എടുക്ക്. ഷോ മൈൻഡില്ലാതെ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കാതെ എൻ്റെ ഭാര്യയെ. എടാ കണ്ണനിപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ നാളെ ഈവനിങ് എത്തുമെന്ന്. ആണോ? ഏട്ടാ വന്നിരിക്കെ, കഴിക്കാൻ എടുക്കാം. ഷോ ഇയാൾ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം. ഇയാൾ ഇത് എവിടെ പോയി? അയ്യോ വരുന്നുണ്ടല്ലോ. ഹലോ, വന്നിരിക്കുക. എനിക്ക് കുറച്ച് സംസാരിക്കണം. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്. സാറിന്ന് പോകുന്നില്ലേ വീട്ടിൽ? നോ, മഴയല്ലേ, ഇനി നാളെ ഉള്ളൂ. നാളെ ഞാൻ പോകുമ്പം നീ എൻ്റെ കൂടെ ഉണ്ടാവണം. മറ്റന്നാളാണെങ്കിൽ പ്രവീണിൻ്റെയും പ്രിയയുടെയും കല്യാണമാണ്. അയ്യോ സാറേ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരെന്നെ വീട്ടിൽ നിന്ന്. വാട്ട്? ഹൂ? നീ ആട്ടക്കാരിയെ പറഞ്ഞത്? ദെൻ വൺ തിങ്, നീ എന്തിനാ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ അത്യാവശ്യം? സാറേ അന്ന് ആ ഫങ്ഷൻ്റെ അന്നാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അന്നേരം അവർ കോമയിലായി. ഇപ്പം ഇതറിഞ്ഞ് അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചിയാണെങ്കിൽ വന്നിട്ടുണ്ട്, അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. ഇതുവരെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം കയറി വന്നത്. അവരാണെങ്കിൽ എന്നെ ഒന്ന് തിരിയാൻ പോലും അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ തന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ ചിലവുകളും അവരെ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണെങ്കിൽ അവരാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി എന്തോ സാധനം എടുക്കാനാന്നൊക്കെ പറഞ്ഞു. ഇത് പൂജയും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ ചികിത്സാ ചെലവും ഞാൻ ഏറ്റെടുത്തോളാം. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം. പിന്നെ താനാണെങ്കിൽ കിട്ടിയ ജോലി റിസൈൻ ചെയ്യേണ്ട. താനും അടുത്ത ദിവസം മുതൽ ഓഫീസിൽ വാ. ഈ വീടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തൽക്കാലം ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്ക്. സാർ അത് പറ്റില്ല. സാറിന് അപ്പച്ചനെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. സാർ നാളെ തന്നെ ഇവിടുന്ന് പൊക്കോ. ഈസ് ഇറ്റ്? പ്രത്യേക ക്യാരക്ടറുള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളെ പോകുമ്പം നീയും എൻ്റെ കൂടെ ഉണ്ടാവും, കേട്ടല്ലോ? എല്ലാം കൂടി എങ്ങനെയാകോ? എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. സാർ വാ, ഞാൻ കിടക്കാനുള്ള റൂം കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടവളെ, ഇവിടെ എന്നെ കഥക തുറക്കാത്തത്. കിടന്ന് സുഖിച്ച് മതിയായി കാണില്ല. രാവിലെ വന്ന് ഒച്ച വെക്കുന്നു, ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നാശം. അയ്യോ അപ്പച്ചി കരുന്ന പോലെയല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓഹോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും. ആരെയടി നീ അകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? നീ കൂടുതലൊന്നും പറയണ്ട. പട്ടണത്തിലൊക്കെ പോയി പഠിക്കുക, ജോലി ചെയ്യുക എന്നൊക്കെ അല്ലേ പറച്ചിട്. ഇതാണോ നിൻ്റെ ജോലി? അല്ലെങ്കിൽ ഞങ്ങൾക്കിത് തന്നെ കിട്ടണം. ചേട്ടന് ഏട്ടത്തേക്ക് ഈ അവസ്ഥ വന്നിട്ട് എല്ലാ ചിലവുകളും ഏറ്റെടുത്ത് ഇവളെ പോറ്റാൻ തീരുമാനിച്ച് ഞങ്ങൾക്കിത് തന്നെ വേണം. എന്താ ഇവിടെ പ്രശ്നം? ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? അമ്മു, ആരാ ഇവര്? ഉറക്കം നഷ്ടപ്പെട്ട നിനക്ക് ദേഷ്യം വരുമല്ലേ ഏട്ടാ? അതെങ്ങനെ രാത്രി ഉറങ്ങി കാണത്തില്ലല്ലോ. ഇവിടെ വായിട്ട് എനിക്ക് പറയാൻ തന്നെ നാക്കേട് വിടുന്നു. എൻ്റെ ഏട്ടൻ്റെ ഈ അവസ്ഥ കാരണം ഈ കൊച്ചിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഓർത്തതാണ്. എൻ്റെ മകൻ്റെ താലി അവളുടെ കഴുത്തിൽ വരാൻ വേണ്ടി അത് പൂജിക്കാൻ പോയ സമയത്ത് തന്നെ അവൾ വേറൊരുത്തനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയേക്കുന്നത്. അതെ, നാവിനില്ലെന്ന് പറഞ്ഞ് വായിത്തൊന്ന് വിളിച്ച് പറഞ്ഞാലല്ലോ, പ്രായമൊന്നും നോക്കത്തില്ല. കാരണം ഞാൻ അടിച്ച് പൊളിക്കും. എങ്കിൽ നീ അങ്ങ് അടിച്ചു പൊളിക്കടാ, അത് കാണണമല്ലോ. എന്തായാലും എൻ്റെ കൊച്ചിനൊരു അബദ്ധം പറ്റി. അങ്കിപ്പം മോനോട് നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ഞങ്ങളുടെ കുടുംബക്കാരല്ലേ, അതിനുകൊണ്ട് എൻ്റെ കൊച്ച് താലി കെട്ടിക്കോളും ഇവളെ. ഇപ്പം എല്ലാം ശരിയായില്ലേ? നിങ്ങളുടെ വിഷമം അങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇനി ഇവൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒറ്റ ഒരെണ്ണത്തിനെ കൊണ്ടുപോയേക്കരുത്. ഇപ്പം തന്നെ ഇറങ്ങിക്കോണം. ഇതെൻ്റെ ഭാര്യയുടെ വീടാണ്. കടിച്ചു തന്നി ഇവിടെ കിടക്കാൻ നോക്കണ്ട.
നിർത്തടി, നീ കുറേ നേരമല്ലേ ഈ കീറിച്ച തുടങ്ങിയിട്ട്. ഒരു ബോക്സ് ടിഷ്യൂവോ മൂക്ക് ചീറ്റി തീർത്തത്. എന്തിനാ എന്നെ വഴക്ക് പറയുന്ന? കരച്ചിൽ വന്നോണ്ടല്ലേ. ഓ ഗോഡ്, പ്ലീസ് സ്റ്റോപ്പ് ദിസ് അമ്മോ. കുറേ നേരമല്ലേ നീ ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു കല്യാണം ഇവിടെ നാടുപടി ഒരു കല്യാണം നടക്കുമോ? നീ ഇങ്ങനെ കരയുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അവരൊക്കെ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ട്രൈ ടു സ്മൈൽ അറ്റ്ലീസ്റ്റ് പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും. അമ്മോ, എന്താ നമുക്കിടയിൽ അവിടെ നടന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതിന് പേര് തന്നെ എനിക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതിന് താൻ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. പിന്നെ തന്നെ കല്യാണം കഴിച്ചെന്ന് വെച്ച് തൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അതിൻ്റെ അധികാരം കാണിക്കണമെന്ന് ഞാൻ വരത്തില്ല. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമാക്കാം. ആദ്യം തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ട്രീറ്റ്മെൻറ്റ് കാര്യം ചെയ്യാം. എല്ലാം ഒന്ന് ഓക്കെ ആക്കാം. ആദ്യം ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ടെ പ്ലീസ്. വീട്ടിൽ നിന്ന് അപ്പച്ചി എങ്ങനെ ഇങ്ങോട്ട് വരുമോ? താൻ പേടിക്കണ്ടടോ അതൊന്നും. തൻ്റെ ദേഹത്തൊരു തുള്ളി മണ്ണ് വീഴാൻ ഇനി പ്രണവ് സമ്മതിക്കത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ആ വാട്ടർ ബോട്ടിലെടുത്ത് തൻ്റെ മുഖത്തെ ഒക്കെ വാഷ് ചെയ്യുക. പിന്നെ സിന്ദൂരം മായ്ച്ചോളെ. താലി ആരും കാണാതെ ഡ്രസ്സിനകത്തേക്ക് ഒളിപ്പിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായോ? നിനക്കത് ആഘോഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നേരെ എൻ്റെ റൂമിലേക്ക് പോകാം കേട്ടോ. എനിക്കതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ വീർപ്പിക്കത്തിട്ട് പൊട്ടിപ്പോകും. നീ എന്തായാലും ഇറങ്ങാം, വാ നമുക്ക് അകത്തേക്ക് നടക്കാം. സ്വന്തം സഹോദരൻ്റെ കല്യാണത്തിന് അവൻ വന്നേക്കുന്ന സമയം കണ്ടില്ലേ? നിന്നോട് ഞാൻ ഇവിടെയും കൂട്ടിക്കൊണ്ട് വേഗം വരണമെന്ന് പറഞ്ഞിട്ട് നീ അവിടെ ദിവസം എന്തിനാടാ തങ്ങിയത്? എടാ, അത് പിന്നെ വണ്ടിക്കൊരു കംപ്ലൈൻറ്റ്, അതാടാ പറ്റിപ്പോയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ കൂടുതലൊന്നും പറയണ്ട. ഇതന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കണ്ടാൽ നീ ആ ബലം പ്രയോഗിച്ച് കെട്ടിക്കൊണ്ട് വന്ന പോലെ തോന്നുന്നല്ലോ. എടാ, നിൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ഇരിക്കപ്പുറത്ത് തന്നിട്ടില്ല കേട്ടോ. അത് സാരിയില്ല, ഞാൻ ഡീൽ ചെയ്തോളാം. വാടാ ഒന്ന് റൂം കാണിച്ചു തരാം, എന്നിട്ട് പോയി ഫ്രഷ് ആകുക. പിന്നെ ഇന്നലെടാ നിൻ്റെ ഫസ്റ്റ് നൈറ്റ്? നീ അത് മറന്നോ മോനെ? കേട്ടോ അമ്മോ, ഞങ്ങളുടെ കല്യാണത്തിന് തീയതി നിശ്ചയിക്കാൻ പോയപ്പോൾ ആ സ്വാമി പറയുക എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവൻ്റെ കല്യാണമായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇവൻ്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? പുല്ല്, ഇതൊക്കെ ഏത് നേരത്താണ്? അമ്മോ വാ, കാണിച്ചു തരാം റൂം. നടക്ക. അമ്മോ, ഇതാണ് കേട്ടോ റൂം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ അറിയിക്കണം കേട്ടോ. ഒരു കാര്യത്തിനും മടിക്കണ്ട. സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഈ കടപ്പട ഞാൻ ഒരിക്കലും മറക്കില്ല. These my dollars make it hurt.